ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനും എൻ്റെ ഇക്കായും കൂടിയിട്ട് ഇന്ന് ഇട്ടോണം വരെ പോവുകയാണ്. ഇട്ടോണം എൻ്റെ വീടാണ്. അപ്പോൾ അവിടം വരെ പോവുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഉപ്പ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ അടുത്ത്. അവിടെ വീട് പണി നടക്കുന്നുണ്ട്. വീട് പണി വെച്ചാൽ അനിയൻ്റെ കല്യാണമാണ്. ആഗസ്റ്റിൽ അനിയൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം ആകുമ്പോഴത്തേനും വീട് ഒരു 10-20 വർഷം മുന്നേ കയറ്റിയ വീടാണ്. അപ്പോൾ അന്ന് ചെയ്യാത്ത കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ അവിടെ ജീവിക്കുമ്പോഴാണല്ലോ എന്തെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ കുറച്ച് അന്ന് ചെയ്യാത്ത കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ ഇപ്പോൾ അവൻ്റെ കല്യാണം ആകുമ്പോഴത്തേനും തീർക്കുകയാണ്. അപ്പോൾ വഹാബ് ഒരുവിധമൊക്കെ ജോലികളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വഹാബ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയച്ചനാണ്, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. അവനക്ക് ഹാർഡ്വെയറിൻ്റെ വർക്കാണ്. അപ്പോൾ അവൻ്റേതായിട്ടുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ഉപ്പ പറഞ്ഞ രീതിയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അനിയത്തിയുടെ വീട്. തൊട്ടടുത്ത വീട്ടിലേക്കാണ് അനിയത്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യമാണല്ലേ ഇതുപോലെ അടുത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇക്കാക്ക് പെയിൻറ്റിങ് കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കാനും ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കാനാണ് ഇക്കാവ് വന്നിക്കുന്നത്. ഇത് അനിയത്തിയുടെ വീട്ടിലത്തെ മാവാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയാണ് മാഷാ അല്ലാ. പഴുക്കുമ്പോൾ എല്ലാ വർഷവും കിട്ടാറുണ്ട്. എല്ലാവർക്കും അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും കേട്ടോ. നല്ല മാങ്ങ ഉണ്ടാവാറുണ്ട്. ഇനിയും കൂടുതൽ മാങ്ങ ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുവിധം എന്തൊക്കെ വർക്കുകൾ ഇനി കാര്യങ്ങൾ ചെയ്യാണ്ട് എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി. അപ്പോൾ ഞാനും കൂടെ ഇങ്ങനെ നടന്ന് കൂടെ മോൾട്ടി ഉണ്ടായിരുന്നു കേട്ടോ. മോൾട്ടി അനിയത്തിയുടെ മോളാണ്. അവൾക്ക് എപ്പോഴും സുഖമല്ലേ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരാൻ. അങ്ങനെ അവളാണ് കേട്ടോ വീഡിയോ കുറച്ചൊക്കെ എടുത്തു തന്നത്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്ന്. ഉമ്മ അസ്സലാമു അലൈക്കും. ബായ്. അങ്ങനെ ഉമ്മാനോട് യാത്ര പറഞ്ഞിട്ട് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തണ്ടേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. ഓക്കെ ബായ്.